ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ കത്രികയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. മുടി വെട്ടാനല്ല ഗേസ്. നമ്മുടെ റോസാ ചെടിയിൽ പുതിയതായിട്ട് ഒരു റോസാപ്പൂ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ഒരു മുട്ടും നിൽപ്പുണ്ട്. മുട്ട് നമ്മൾ പിച്ചുന്നില്ല, റോസ വിരിഞ്ഞിട്ടുണ്ട്. റോസ പിച്ചാൻ പോവാണ്. അപ്പോൾ റോസാപ്പൂ പിച്ചാൻ പോയപ്പോൾ ഞാൻ ആലോചിച്ചാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. നമുക്ക് റോസാപ്പൂ പോയി പെട്ടാം. നമ്മുടെ റോസാപ്പൂവ് ഇതിന് ചുറ്റും തേനീച്ച കുറേ നേരം പറക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ഒന്ന് പിച്ചെടുക്കാം. റോസാപ്പൂ താഴെ വീണു. കഴിഞ്ഞ പ്രാവശ്യത്തിനെയും കാട്ടി ഇച്ചിരി കൂടെയും വലിപ്പമുള്ള റോസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതകത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ റോസാപ്പൂവ് കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി നന്നായിട്ട് വരുന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇതിൻ്റെ തണ്ട്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ പിച്ച റോസാപ്പൂ. വീഡിയോ കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞ തവണക്കാട്ടി കുറച്ചും കൂടെ വലിപ്പമാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ ചെറുതാണ് കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല. പ്രാവശ്യം ഇച്ചിരി കൂടെ വലുത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ സൗണ്ട് മാറ്റം ഉണ്ടെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ചെറിയൊരു ജലദോഷവും പനിയും ഉണ്ട്. അത് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കേ. ബൈ.